അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വളരെ വേണ്ടപ്പെട്ട ഉപ്പമാരെ, മഹിബീങ്ങളെ, ഒരുപാട് പേര് ദുആയിൽ പ്രത്യേകം ഓർക്കണം, ചേർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പൊരിശാക്കപ്പെട്ട ബറാഅത്തു രാവിൻ്റെ ദുആയിൽ ഞങ്ങളെ മറക്കരുത് എന്ന് പറഞ്ഞ് കമൻറ്റിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. കമൻറ്റ് എഴുതാൻ അറിഞ്ഞുകൂടാ, കൽബിൽ എപ്പോഴും ദുആയാണ്, ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നു എന്ന് പറയുന്നവരും ഒട്ടനവധിയാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ക്ലാസിൻ്റെ ഈ ബന്ധം നാളെ സ്വർഗത്തിൽ ഒരുമിച്ചൊരു കുടുംബത്തെ പോലെയാകുന്ന ബന്ധമാക്കി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പോരിശയാക്കപ്പെട്ട പ്രതീക്ഷകളുടെ പരിശുദ്ധ രാവാണ് ബറാഅത്തു രാവ് എന്ന് പറയുന്നത്. അതായത് തിങ്കളാഴ്ച മഗ്‌രിബ് വാങ്ങുകൊടുക്കലോടുകൂടെ കയറി വരുന്ന പരിശുദ്ധ രാവ് നമ്മുടെ ചാരത്ത് തൊട്ട് അടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് ആ പരിശുദ്ധമായ ബറാഅത്തിന്റെ മുഹൂർത്തം, ആ രാവിൻ്റെ മഹത്വം നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടതും ചൊല്ലേണ്ടതും നമ്മൾ പ്രത്യേകം ഒരുക്കി വെക്കേണ്ടതുമായ കാര്യങ്ങൾ നമ്മൾ പലതവണയായി സംസാരിച്ചു. ഇനിയും നമുക്ക് സംസാരിക്കാനുണ്ട്. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ സംസാരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. അതായത് പ്രതീക്ഷയുടെ പരിശുദ്ധ രാവിൽ നമ്മളൊന്ന് മനസ്സ് കൊടുത്താൽ കേവലം മിനിറ്റുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ സകല പ്രയാസങ്ങളും സകല സങ്കടങ്ങളും നമുക്ക് എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും. എല്ലാ പ്രയാസത്തിൽ നിന്നുള്ള മോചനം കിട്ടുന്ന ഒരു രാവാണ്. പേര് തന്നെ എന്താ രാവിൻ്റെ പേര്? ബറാഅത്തു രാവ് എന്നാ നമ്മളെല്ലാം പറയുന്നത്. അതെന്താ ബറാഅത്തു രാവ്? മോചന രാവ് എന്നാണ്. കേവലം പാപമോചനവും നരകമോചനവും മാത്രമല്ല, സങ്കടങ്ങളിൽ നിന്നുള്ള മോചനം അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന ഒരു പരിശുദ്ധമായ രാവാണ് ബറാഅത്തു രാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊക്കെ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അലാ കദാ വ കദാ, ഓരോന്നും ചോദിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പറയുന്നത്. അതായത് നിങ്ങൾക്ക് എന്താ വേണ്ടത്? പാപം പൊറുക്കണോ? പൊറുക്കാം. റിസ്ക്, ഉപജീവന മാർഗം, കച്ചവടം, സമ്പത്ത്, സൗകര്യം വേണോ? തരാം. നിങ്ങൾ എന്തെങ്കിലും രോഗിയാണോ? രോഗം മാറ്റിത്തരാം. ആഫിയത്ത് തരാം, സൗഖ്യം തരാം. അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ? അത് മാറ്റിത്തരാം. എല്ലാ സങ്കടവും, അത് സാമ്പത്തികമാകട്ടെ, കുടുംബപരമാകട്ടെ, മക്കളുടെ കാര്യത്തിലാകട്ടെ, എന്ത് വിഷയത്തിലാണ്, ജോലി സംബന്ധമാകട്ടെ, എല്ലാം വരുമാന മാർഗം, അവിടെ എല്ലാം ഉള്ള സങ്കടങ്ങൾ മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ ധൈര്യമായി പറഞ്ഞോളൂ, ഞാൻ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ് അള്ളാഹിന്റെ റഹ്മത്ത്, അള്ളാഹു ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധ രാവാണ്. അതുകൊണ്ട് തീർച്ചയായും പ്രതീക്ഷകളുടെ പരിശുദ്ധ രാവിൽ നമുക്ക് എളുപ്പം നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി വളരെ സിമ്പിളായൊരു ട്രിക്കാണ് പറയാൻ പോകുന്നത്. എളുപ്പമാർഗം അതെന്താ? പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, അത്ഭുതങ്ങൾ നിറഞ്ഞ സൂറത്താണ്. ആ സൂറത്ത് എപ്പോഴെങ്കിലും ഖത്മ് ഓതുമ്പോൾ ഓതിയാൽ പോരാ, ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും വളരെ മസ്റ്റായി, അതായത് ഒരുപാട് പോളിഷ് കിട്ടുന്ന ഒരു സൂറത്തായി നമ്മുടെ വീക്കിലി അല്ലെങ്കിൽ വേണ്ട ഡെയിലി എല്ലാ ദിവസമുള്ള വിറുതുകളിൽ കൊണ്ടുവരണമെന്ന് പ്രിയപ്പെട്ടവരെ കിതാബുകളിൽ വരുന്ന അല്ലെങ്കിൽ പോരിശ പറയുന്ന ഒരു പരിശുദ്ധ സൂറത്താണ്. ഒരുപാട് വലിയ സൂറത്തൊന്നുമല്ല, നമുക്ക് എളുപ്പത്തിൽ ഓതാൻ പറ്റും. ആ സൂറത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, ഒരു തവണ ഓതിയാൽ ഉഫ്റ ലഹൂന, ഒരു രാത്രി ഓതിയാൽ നേരം സുബഹിയാകുമ്പോഴേക്ക് അവരുടെ കോടിക്കണക്കിന് ഹറാമുകൾ ചെയ്തവരാണെങ്കിലും അത് പൊറുക്കപ്പെടും എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധമായ സൂറത്തിന്റെ പവർ എന്നാലോചിക്കണം. ഒരു വട്ടം ഒരു രാത്രിയിൽ ഓതിയാൽ ഉഫ്റ ലഹു, കോടിക്കണക്കിന് പാപങ്ങൾ പൊറുക്കപ്പെടും. തീർന്നില്ല, ഒരു തവണ ഓതിയാൽ ഇസ്തഗ്ഫിറൂന ലഹു 70,000 മലക്കിൻ, 70,000 മലക്കുകളുടെ വലിയ ഒരു സമ്മേളനം തന്നെ നടക്കും നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ. ആലോചിച്ച് നോക്കണം, ഈ സൂറത്ത് ഒരു വട്ടം രാത്രിയിൽ ഓതുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 70,000 മലക്കുകൾ പ്രത്യേകം സംഘം ചേരും. മാത്രമല്ല, ഒരു തവണ ഓതിയാൽ ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന, എത്ര ഓഫറ നോക്കി, അള്ളാഹു സ്വർഗത്തിൽ മനോഹരമായൊരു കൊട്ടാരം, ഒരു വീട് സംവിധാനിച്ചു തരുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര പവറാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈമാനോട് കൂടെയുള്ള മരണം, സന്തോഷത്തോടു കൂടെയുള്ള ഖബർ ജീവിതം എന്നാലോചിച്ച് നോക്കി. ഖബറിൽ സന്തോഷം, തെറ്റുകളൊന്നുമില്ലാത്തവരായി അള്ളാനെ കണ്ടുമുട്ടുക. മഹ്ശറിൽ വരുമ്പോൾ ഒരു തെറ്റുമില്ല, തെറ്റുകൾ ചെയ്ത ഏടുകളെല്ലാം ബ്ലാങ്കായി കിടക്കുകയാണ്, ചുമ്മാ കിടക്കുകയാണ്, ഒരു തെറ്റുമില്ല, ഒക്കെ പൊറുക്കപ്പെട്ടു. ഇത്രയും മലക്കൾ ദ്വാരുന്നില്ലേ?
അള്ളാഹു പുറത്തു തന്നില്ലേ? ഈ സൗഭാഗ്യങ്ങളെല്ലാം കിട്ടുന്ന സൗഭാഗ്യത്തിന്റെ പെരുമഴയുടെ സൂറത്താണ് ഈ സൂറത്ത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ആ സൂറത്ത് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഓതിയാൽ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും. ഇപ്പം കടസംബന്ധമായി കടങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, മക്കളുടെ കാര്യത്തിൽ മക്കളില്ല, ഉള്ള മക്കൾ നന്നാകാൻ, നിസ്കാരക്കാരാകാൻ, കച്ചവടം, വരുമാന മാർഗം റെഡിയായി കിട്ടാൻ, കുടുംബജീവിതത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, അത് റെഡിയായി കിട്ടാൻ. ഒരുപാട് പേര് പറഞ്ഞു, ഉസ്താദെ പിന്നെ ഞങ്ങളുടെ മക്കളും ഞങ്ങളെ മാതാപിതാക്കൾ തമ്മിൽ അകൽച്ചയാണ്, വലിയ പ്രശ്നമാണത് തീരണം. ചില പിന്നെ മരുമോള് അമ്മായിയമ്മ, ഉമ്മയും മോളും എന്ന് പറയാം, അവർ തമ്മിൽ അകൽച്ചയിലാണ്, ചുമ തെറ്റിദ്ധാരണയാണ്, എത്ര പറഞ്ഞിട്ട് കൂടുന്നില്ല, അവിടെ കൂടുന്നില്ല, ഇവിടെ കൂടുന്നില്ല, അങ്ങനെ ഒരുപാട് സങ്കടം. എല്ലാ സങ്കടവും പ്രിയപ്പെട്ടവരെ തീർക്കാൻ പറ്റുന്ന, തീർപ്പ് കൽപ്പിക്കുന്ന സൂറത്താണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, ബറാഅത്തു രാവിൽ നിങ്ങൾ എന്തു മറന്നാലും ഈ സൂറത്ത് മറക്കാൻ പാടില്ല, അത് ഓർത്ത് പാരായണം ചെയ്യണം. ബറാഅത്തു രാവിൽ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ പരിശുദ്ധമായ സൂറത്തിന്റെ ആദ്യത്തെ കുഞ്ഞു 8 ആയത്തുകളുണ്ട്. ഈ 8 ആയത്തുകൾ നമ്മൾ 30 തവണ റിപ്പീറ്റ് ചെയ്യണം. ബിസ്മി ഓതി, അഊദു ബിസ്മി ഓതിയിട്ട് നമ്മൾ 8 ആയത്ത് ഓതണം. എന്നിട്ട് വീണ്ടും ആദ്യം മുതൽ ബിസ്മി ഓതിയിട്ട് 8 ആയത്ത്, വീണ്ടും ബിസ്മി ഓതാ 8 ആയത്ത്. അങ്ങനെ ഇത് എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യണം? 30 വട്ടം റിപ്പീറ്റ് ചെയ്യണം. കുഞ്ഞായത്തുകളാണ്, പെട്ടെന്ന് തീരും. അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള 8 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ബാലൻസ് ആയത്തുകൾ എന്ത് ചെയ്യുക? ഒരു വട്ടം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അൽഹംദുലില്ലാ. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കുറച്ച് ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, മാപ്പാക്കണേ റബ്ബേ, ഒരുപാട് തെറ്റ് ചെയ്തു പോയി അല്ലാ, നിനക്കറിയാലോ അല്ലാ, എനിക്ക് മാപ്പാക്കണം, എനിക്ക് എവിടെയും പോകാനില്ല ഈ പരിശുദ്ധ രാത്രിയിൽ എന്ന് പറഞ്ഞ് അള്ളാഹിനോട് അങ്ങോട്ട് കരയുക. കരഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയോ? കുറച്ച് സ്വലാത്ത് ചൊല്ല പരിശുദ്ധ റസൂലിന്റെ മേൽ. ഇത് സ്വലാത്ത്, ഷഹ്റു സ്വലാത്തല്ലേ, സ്വലാത്തിന്റെ മാസമല്ലേ, കുറച്ച് എത്ര കഴിയുന്ന അത്ര, എണ്ണം പറയുന്നില്ല, അത്രയും ചൊല്ല. എന്നിട്ട് അള്ളാഹിനോട് ദ്വാരക്കാം. എന്താ ആവശ്യം, ആ മുഖ്യമായ നമ്മുടെ മുഹിമായ മുറാദ് നമ്മൾ അള്ളാഹിന്റെ മുന്നിൽ വെക്കാം. ഉറപ്പായിട്ടും പ്രിയപ്പെട്ടവരെ, ബറാഅത്തു രാവിന്റെ രാത്രി തീരുന്നതിന് മുമ്പ്, ഫജ്ർ വെളിവാകുന്നതിന് മുമ്പ്, സുബഹി ബാങ്കിന് മുമ്പ് അള്ളാഹു അത് കബൂൽ ചെയ്ത് പെട്ടെന്ന് നടപടിയാവും. എക്സ്പീരിയൻസ് എമ്പാടും ഉണ്ട്, നമുക്ക് സ്വന്തം എക്സ്പീരിയൻസ് ചെയ്യാം, അനുഭവിക്കാം. അത് ഓർമ്മ വേണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്നറിയോ? ശ്രദ്ധിച്ചു പാരായണം ചെയ്യണം. നമ്മൾ പലതും ഇപ്പോൾ യാസീൻ ഓതാൻ എന്ന് പറഞ്ഞാലും ബറാഅത്ത് രാവിൽ 3 യാസീൻ, അതേപോലെ ഈ സൂറത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ തീർക്കാൻ വേണ്ടി ഓതും. പക്ഷേ 3 യാസീൻ ഉണ്ടല്ലോ, അല്ലാ ഇങ്ങനെ കട ഒന്നും ഉണ്ടാവില്ല. കൂടുതൽ തിന്മ കൂടിയിട്ടുണ്ടാകുന്നല്ലാതെ ഒരു നന്മയും കിട്ടൂല. നമ്മൾ ശ്രദ്ധിച്ച് ഭവ്യതയോടെ, അദബോടെ, മര്യാദയോടെ, ബഹുമാനത്തോടെ, മുസഫൊക്കെ കയ്യിലെടുക്കുമ്പോൾ വലിയ ആദരവോടുകൂടെ ബഹുമാനത്തോടെ നമ്മൾ 2 കരങ്ങളിലും പിടിച്ച്, 2 കൈ പറ്റുമെങ്കിൽ, കഴിയുമെങ്കിൽ റൈഹാനിലൊക്കെ വെക്കാതെ അങ്ങനെ എല്ലാം ചെയ്തിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിനോട് ദ്വാരക്കാം. തീർച്ചയായിട്ടും ഇജാബത്ത് ഉറപ്പാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ പരിശുദ്ധമായ സൂറത്ത് തെറ്റുകൂടാതെ ഓതാൻ മാക്സിമം ശ്രദ്ധിച്ചു കൊടുക്കുക. അതിന് ഏറ്റവും നല്ല എളുപ്പവഴി എന്താണെന്നറിയോ? പരിശുദ്ധമായ ഈ സൂറത്തിൻ്റെ പാരായണം നമ്മുടെ ഗൾഫ് കാരികളായ ഗൾഫിലെ ഇമാമികളൊക്കെ മനോഹരമായി ഓത്തുണ്ട്, ലയിച്ചു പോകുന്ന പാരായണം. അതൊരു വട്ടം നമ്മുടെ ഫോണിലുണ്ടാവില്ല, ആപ്പൊക്കെ ഒരു വട്ടം ഈ സൂറത്തുനിന്ന് കേട്ടു വെക്കാം. എന്നിട്ട് പ്രിയപ്പെട്ടവരെ അത് മനസ്സിലാക്കിയിട്ട് ഏകദേശം നമ്മൾ മുസഫിൽ നോക്കാം, ഖിറാഅത്ത് നമ്മൾ നമ്മുടെ പിന്നെ പ്ലേ ചെയ്യിപ്പിച്ചു വെക്കാം, എന്നൊന്നും നോക്കാം, നമ്മൾ കൂടെ ഓതി നോക്കാം. മാക്സിമം തെറ്റുകൂടാതെ ഓതുക. തീർക്കാൻ വേണ്ടി ഓതരുത് പ്രിയപ്പെട്ടവരെ, ഓതുമ്പോൾ തീരണം. അങ്ങനെയാണ് എൻ്റെ കണക്ക്. ഏതാ ഈ സൂറത്ത്? ഖുർആനിൻ്റെ 44-ാമത്തെ സൂറത്താണ്. അതായത് 59 ആയത്തുകളുള്ള ചെറിയൊരു സൂറത്താണ്. സൂറത്ത് ദുഹാൻ എന്ന് പറയും. സൂറത്തിൻ്റെ പേര് സൂറത്ത് ദുഹാൻ. അതാണ് നമ്മൾ ഈ പാരായണം ചെയ്യേണ്ടത്. അത് ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം. ഉദാഹരണം പറയാം, നമ്മൾ തിരക്ക് പിടിച്ച് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ 1-ാമത്തെ ആയത്താണ് ഹാമീം എന്ന് തുടങ്ങുന്ന ആയത്ത്. ഈ ആയത്ത് ഹാമീം വൽ കിതാബിൽ മുബീൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. അത് 1-ാമത്തെ ആയത്തിൻ്റെ ബാത്തിലാണ്. കാരണം ഹാമീം, ആ മീം എന്നുള്ളത് മദ് ലാസിമാണ്, നിർബന്ധമായി ഇവിടെ നീട്ടണം. 6 ഹർക്കത്ത് നീട്ടണം, 3 അലിഫിൻ്റെ ഖദർ. ഹാമീം വൽ കിതാബിൽ മുബീൻ, ഹാമീം. കണ്ടോ? ആ ഒരു നീട്ട് വരണം. ഹാമീം വൽ കിതാബിൽ മുബീൻ. അങ്ങനെ പോയാൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നും കിട്ടുകയില്ല, ഉള്ളത് പോവുകയും ചെയ്യും. അതുൾപ്പെടെ തെറ്റുകൂടാതെ പാരായണം ചെയ്യുന്ന കാര്യം പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം ഓർക്കണം.